ഇന്ത്യയോ MI ആണ്, A അല്ല. എന്ന് വെച്ചാൽ മോദി ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി 7 ജന്മമെടുത്താലും ടാറ്റയും ബിർളയും പോലുള്ള വ്യവസായികൾ വിയർപ്പൊഴുക്കി കെട്ടിപ്പടുത്ത സമ്പത്ത് ഒറ്റ ദിവസം കൊണ്ട് ദേശസൽക്കരിച്ച് തറക്കിലിട്ട് ഫോട്ടോ എടുത്തു പോയതല്ലാതെ ജവഹർലാൽ നെഹ്റു ഈ രാജ്യത്തിന് എന്ത് വികസനമുണ്ടാക്കി? യഥാർത്ഥ വികസനം എന്താണെന്ന് കാണണമെങ്കിൽ 2014 ശേഷമുള്ള ഇന്ത്യയിലേക്ക് നോക്കിയാൽ മതി. വർഷങ്ങളോളം തറക്കല്ലിടൽ ചടങ്ങുകളിൽ മാത്രം ഒതുങ്ങിയ പ്രതിപക്ഷത്തിന്റെ നയങ്ങൾ മാർവാടിനെ പതിറ്റാണ്ടുകൾ പിന്നോട്ടടിച്ചു. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി രാജ്യത്തിന് സമർപ്പിച്ചത് 79,000 കോടിയിലധികം മുതൽ മുടക്കിൽ യാഥാർത്ഥ്യമായ അത്യാധുനിക BS6 റിഫൈനറിയാണ്. രാജസ്ഥാനിലെ പച്പത്ര ബാലോത്രയിൽ ഉയർന്ന HPC രാജസ്ഥാൻ റിഫൈനറി ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് ഇന്റഗ്രേറ്റഡ് റിഫൈനറി കം പെട്രോകെമിക്കൽ കോംപ്ലക്സ് ആണ്. 79,450 കോടിയുടെ കൂറ്റൻ നിക്ഷേപത്തിൽ 9 MMTPA സംസ്കരണ ശേഷിയോടെ നിർമ്മിച്ച ഈ പദ്ധതി BS6 നിലവാരത്തിലുള്ള ഇന്ധനങ്ങൾ ഉൽപ്പാദിപ്പിക്കും. ഇത് വെറും ഒരു പദ്ധതി മാത്രമല്ല, മാർവാടിന്റെ ഭാവി തന്നെ മാറ്റി എഴുതുന്ന വികസനമാണിത്. നേരിട്ടുമല്ലാതെയും ഏകദേശം 90,000 പേർക്ക് തൊഴിൽ നൽകുന്ന ഈ റിഫൈനറി രാജസ്ഥാന്റെ വ്യാവസായിക ഭൂപടത്തിൽ പുതിയൊരു അധ്യായം തുറക്കുകയാണ്. എത്ര വിമർശിച്ചാലും ഈ വികസനത്തിന്റെ വ്യാപ്തി മറച്ചുവെക്കാനാവില്ല. പട്ടായയിൽ കിടന്ന് ജീവിതം കളയുന്ന ശ്രീ രാഹുൽജി ഇതൊക്കെ കാണുന്നുണ്ടോ ആവോ?